പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇൻഫിനിറ്റി സ്റ്റോറീസ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കായിട്ട് പങ്കുവെക്കുന്നത്, ഈ നക്ഷത്രക്കാരോട് നിങ്ങൾ കളിക്കാൻ നിൽക്കണ്ട, നിങ്ങൾക്ക് പണി കിട്ടും എന്ന കാര്യം തീർച്ച തന്നെയാണ്. ശത്രുക്കളുടെ മുന്നിൽ തലയുയർത്തി നിന്നുകൊണ്ട് ജീവിച്ചു കാണിക്കുന്ന നക്ഷത്രജാതകരാണ് ഈ നക്ഷത്രജാതകർ. ശത്രുക്കളുടെ ഒരു പരിപാടിയും ഇവരുടെ മുന്നിൽ ഇനി നടക്കില്ല. ഇവർക്ക് നല്ല സമയം തന്നെയാണ്. ഇങ്ങനെയുള്ള ഈ നക്ഷത്രജാതകരെക്കുറിച്ച് ഇൻഫിനിറ്റി സ്റ്റോറീസ് കൂടുതലായിട്ട് വിശദീകരിക്കുന്നു. അതിനു മുമ്പ് എൻ്റെ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുതേ. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അറിയിക്കുന്നു. നമുക്ക് നോക്കാം, അശ്വതി നക്ഷത്രക്കാർക്ക് വരും ദിവസങ്ങളിൽ ശത്രുക്കളുടെ മേൽ വിജയം ലഭിക്കാൻ സാധ്യതകൾ കൂടുതലാണ്. തൊഴിൽ രംഗത്തും മേന്മയുണ്ടാകാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നു. ധനവരവിൽ അടിമുടി മാറ്റം ഇവർക്ക് പ്രതീക്ഷിക്കാം. ദാരിദ്ര്യത്തിൽ കഴിഞ്ഞിരുന്ന ഇവർക്ക് അന്നുള്ള കാര്യത്തിനുള്ളൊരു സാമ്പത്തികമെങ്കിലും ലഭിക്കാനുള്ളൊരു ഭാഗ്യം കാണുന്നുണ്ട്. അടിയന്തര കാര്യങ്ങൾക്ക് സഹായ സഹകരണം ലഭിക്കും. അന്യദേശത്ത് പുതിയ സംരംഭങ്ങൾക്ക് അനുകൂല സമയമാണ്. ഉന്നത വിദ്യാഭ്യാസം വാശിയോടുകൂടി പൂർത്തിയാക്കാൻ സാധിക്കും. ഓഹരി മാർക്കറ്റിൽ അപ്രതീക്ഷിത നേട്ടങ്ങൾ ഉണ്ടാകും. വസ്തു ഇടപാടിലുള്ള അനിശ്ചിതത്വം മാറിക്കിട്ടും. കലാരംഗത്ത് അംഗീകാരം, പൊതുപ്രവർത്തന രീതികളിൽ കാതലായ മാറ്റം, സാങ്കേതിക രംഗത്ത് കഴിവ് തെളിയിക്കാൻ അവസരം എന്നിവ കാണുന്നു. കളത്ര വീട്ടുകാരിൽ നിന്നും സഹായം ലഭിച്ചു തുടങ്ങും. മറുനാട്ടിൽ ശുഭകാര്യ യോഗം, പ്രണയവിവാഹത്തിന് വാശി കൂടും. ദോഷപരിഹാരമായിട്ട് മഹാഗണപതിക്ക് ഭാഗ്യസൂക്താർച്ചന, കറുകമാല, മഹാവിഷ്ണുവിന് പാൽപായസം, നെയ്വിളക്ക് എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ അശ്വതി നക്ഷത്രജാതകർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഭരണി നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം. ഇവരുടെ ശത്രുക്കളുടെ ശല്യം കുറഞ്ഞു തുടങ്ങുന്നതിനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. അവരോട് പകരം ചോദിക്കാനുള്ളൊരു അവസരം കൂടി ഭരണി നക്ഷത്രക്കാർക്ക് വരും ദിവസങ്ങളിൽ ലഭിക്കും. തൊഴിൽ നൽകാം എന്ന് ഏറ്റിരുന്ന സ്പോൺസർമാരിൽ നിന്നൊരു അനുകൂല മറുപടി ലഭിക്കുകയും ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ വിദേശത്തേക്ക് പോകാനുള്ളൊരു ഭാഗ്യവും ഇവർക്ക് ലഭിക്കും. സന്താനത്തിന് ദൂരദേശത്ത് തൊഴിൽ ഭാഗ്യം ഉണ്ടാകും. കച്ചവടം മെച്ചപ്പെടുത്താൻ പുതിയ ലോൺ സമ്പ്രദായം ഇവർക്ക് ഗുണം ചെയ്യും. കലാരംഗത്ത് മികച്ച കൂട്ടുകെട്ടിന് മുൻകൈ എടുത്തുകൊണ്ട് വിജയിപ്പിക്കും. ഔദ്യോഗിക തലത്തിൽ സ്വാധീനം വർദ്ധിക്കും. ദൂരദേശത്ത് സാങ്കേതിക രംഗത്ത് അംഗീകാര സാധ്യതകൾ കാണുന്നു. അധികാര കേന്ദ്രത്തിൽ തന്ത്രപരമായ ചുവടുമാറ്റം നടത്താൻ സാധിക്കും. കാർഷിക വരുമാനം വർദ്ധിക്കും. തൊഴിൽ സ്ഥലത്തെ മാനസിക സംഘർഷത്തിൽ നിന്നും കരകയറാൻ അവസരങ്ങളുണ്ട്. മംഗല്യകാര്യത്തിൽ അവസരോചിതമായ നീക്കങ്ങൾ നടത്താൻ ഭരണി നക്ഷത്രക്കാർക്കിനി സാധിക്കും. ഇവരുടെ ദോഷങ്ങളൊക്കെ മാറുന്നതിന് ശങ്കരനാരായണന് നെയ്വിളക്ക്, ഹാരം, സുബ്രഹ്മണ്യന് ഭസ്മാർച്ചന, ഷഷ്ഠീവ്രതം എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. കാർത്തിക നക്ഷത്രക്കാരെ ഔദ്യോഗിക തലത്തിൽ കാത്തിരിക്കുന്നത് ഭാഗ്യങ്ങളുടെ ദിനങ്ങളാണ്. ഇനി അങ്ങോട്ട് തൊഴിലിൽ ഉയർച്ചകൾ ഇവർക്കുണ്ടാകുകയും ജീവിതത്തിൽ വെച്ചടി കയറ്റം നടത്താനും കാർത്തിക നക്ഷത്രക്കാർക്ക് സാഹചര്യം അനുകൂലമാണ്. അന്യദേശത്ത് ഉദ്ദിഷ്ടകാര്യ സാധ്യത, എതിർപക്ഷത്തെ നീക്കങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കി തന്ത്രപരമായിട്ടുള്ള മറുപടി നൽകാൻ കാർത്തിക നക്ഷത്രക്കാർക്ക് സാധിക്കും. വ്യവസായ മേഖലയിൽ ഗുണ അനുഭവങ്ങൾ ഉണ്ടാകും. കുടുംബ ബന്ധങ്ങളിലെ അപസ്വരങ്ങൾ മാറ്റിയെടുക്കാൻ ശ്രമിക്കണം. സ്വകാര്യ വാഹനം മുഖേന ആദായം, പൊതുരംഗത്ത് മറ്റുള്ളവരുടെ ആദരവ്, ചലച്ചിത്ര രംഗത്ത് നേട്ടം, വിവാദങ്ങളിൽ നിന്നും തന്ത്രപൂർവം തടിയൂരാൻ സാധിക്കും. മറ്റുള്ളവരുടെ ബാധ്യതകൾ തീർക്കാനും സാധിക്കും. കാർത്തിക നക്ഷത്ര ജാതകർ ദോഷപരിഹാരാർത്ഥം ദുർഗയ്ക്ക് പൊങ്കാല, വസ്ത്രം, അർച്ചന, ഹാരം, ഹനുമാന് വെറ്റിലമാല അർച്ചന എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക്
രോഹിണി നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. സാമ്പത്തിക സ്ഥിതിയിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഇവർക്ക് സാധിക്കുകയും സന്താനങ്ങളുടെ വിവാഹം പ്രതീക്ഷയ്ക്കൊത്ത് നടത്താനും ഒരവസരം രോഹിണി നക്ഷത്രക്കാരിലേക്ക് കടന്നു വരുന്നു. അസുഖം മൂലം കിടപ്പിലായ മാതാപിതാക്കളുടെ ആരോഗ്യസ്ഥിതി പൂർണ്ണസ്ഥിതിയിലേക്ക് തിരിച്ചു വരാനുള്ളൊരു യോഗവും ഇവരിൽ കാണുന്നുണ്ട്. കമ്പ്യൂട്ടർ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് നല്ല സമയമാണ്. കലാപ്രവർത്തനങ്ങൾക്ക് സഹായം ലഭിക്കും. വാടക വരുമാനം കുറയും. ദൂരദേശത്ത് പിടിച്ചു നിൽക്കാൻ താൽക്കാലിക ജോലി കണ്ടെത്തുന്നതിലൂടെ സാധിക്കും. ആഭരണ നിർമ്മാണ മേഖലയുമായി പ്രവർത്തിക്കുന്നവർക്ക് നല്ല കാര്യങ്ങൾ ഇനി അങ്ങോട്ട് നടക്കാൻ സാധ്യതകളുണ്ട്. സ്ഥാനക്കയറ്റ വിവാദം കോടതി ഇടപെടുന്നതിലൂടെ പരിഹരിച്ച് തൊഴിലിൽ പ്രവേശിക്കാനായിട്ട് സാധിക്കും. ഷെയർ മാർക്കറ്റിൽ പിടിച്ചു നിൽക്കും. വിദ്യാഭ്യാസ മേഖലയിൽ ധനവരവ് കൂടും. രജിസ്ട്രേഷൻ കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കാൻ സാധിക്കും. ഭവന നിർമ്മാണം പൂർത്തിയാക്കാനും ഭാഗ്യം കാണുന്നുണ്ട്. ശമ്പള വർധനവിനുള്ള ചർച്ചകളിൽ വിജയിക്കും. ഇവർ ദോഷപരിഹാരത്തിന് ശ്രീകൃഷ്ണന് തൃക്കൈവെണ്ണ, നെയ്വിളക്ക്, ഹാരം, ശാസ്താവിന് നീരാജനം, ഭസ്മാർച്ചന, വെടിവഴിപാട് എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് മകയിരം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. കർമ്മരംഗത്ത് ഉദ്ദിഷ്ടകാര്യ വിജയം. സന്താനത്തിന് ദൂരദേശത്ത് മേന്മയുള്ള ജോലിക്ക് യോഗം. ഗൃഹനിർമ്മാണത്തിന് അനുയോജ്യമായ ഭൂമി കണ്ടെത്താൻ സാധിക്കും. കടബാധ്യതകൾ തീർക്കാൻ സഹായം ഉണ്ടാകും. ദൂരദേശത്ത് വാഗ്ദാനം ചെയ്യപ്പെട്ട ജോലിക്ക് യോഗം. സാങ്കേതിക സ്ഥാപനത്തിൽ ശമ്പള വർധനവ്. വിവാദ വിഷയങ്ങളിൽ ഒത്തുതീർപ്പ്. മികച്ച പ്രവർത്തനം മുഖേന ജനശ്രദ്ധ പിടിച്ചുപറ്റാൻ സാധിക്കും. ഇടക്കാല ഉത്തരവ് സമ്പാദിക്കുന്നതിന് ഉന്നതതല സ്വാധീനം ലഭിക്കും. ദൂരദേശത്ത് സ്ഥിരവസതിക്ക് യോഗമുണ്ട്. വൈദിക കർമ്മങ്ങളിൽ പ്രശസ്തി ഉണ്ടാകും. മകയിരം നക്ഷത്ര ജാതകർ ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണുവിന് പാൽപായസം, അർച്ചന, മഹാദേവന് ധാര, പിൻവിളക്ക്, കൂവളമാല എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക. ഇനി തിരുവാതിര നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. കലാരംഗത്ത് ചില അംഗീകാരങ്ങൾ തേടിയെത്തുന്നതിനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. വസ്തു ഇടപാടുകളിൽ വഴിത്തിരിവ്. സർക്കാർ ആനുകൂല്യം. ദൂരദേശത്ത് ധനവരവ്. സന്താനത്തിന് ജോലിയിൽ മാറ്റം. ജീവിത പങ്കാളിക്ക് കർമ്മഗതിയിൽ മാറ്റം. മേന്മയുള്ള മംഗല്യഭാഗ്യം. കുടുംബ സ്വത്ത് തർക്കം പരിഹരിക്കാൻ സാധിക്കും. കിട്ടാക്കനിയായ ഔദ്യോഗിക രേഖകൾ കണ്ടെത്തും. തൊഴിൽ സംരംഭത്തിന് പുതിയ ലോൺ, ഫ്ലാറ്റ് എന്നിവ സ്വന്തമാക്കും. എഞ്ചിനീയറിംഗ് മേഖലയിൽ അംഗീകാരങ്ങൾ തേടിയെത്തും. തിരുവാതിര നക്ഷത്ര ജാതകർ ദോഷപരിഹാരങ്ങൾക്ക് ഭഗവതിക്ക് പൊങ്കാല, വസ്ത്രം, അർച്ചന, ഹാരം, ശങ്കരനാരായണന് നെയ്വിളക്ക്, വെണ്ണ എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക. ഇനി പുണർദം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. കർമ്മരംഗത്ത് പുരോഗതി. ഇൻ്റർവ്യൂവിൽ മികച്ച ജോലിക്ക് ഭാഗ്യം. വാഹനമോഹം പൂവണിയാനുള്ള സാധ്യതകൾ. സന്താനത്തിന് ഔദ്യോഗിക തലത്തിൽ ഔന്നത്യം. ഇടപാടിൽ ലാഭവിഹിതം വർദ്ധിക്കും. വ്യാപാര രംഗങ്ങൾ വിജയിക്കും. കേന്ദ്ര സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങൾ തേടിയെത്തും. ഉന്നത പദവിക്ക് നറുക്ക് വീഴും. പുതിയ തൊഴിൽ സ്ഥലത്തെ വെല്ലുവിളി സധൈര്യം നേരിടും. കുടുംബക്ഷേത്രത്തിന് ധനസഹായം. ഉല്ലാസയാത്രകൾ നടത്താൻ അവസരം എന്നിവ ലഭിക്കും. ആദായ വിലയ്ക്ക് വസ്തു സമ്പാദിക്കാൻ അവസരങ്ങളുണ്ട്. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ഭഗവതിക്ക് അർച്ചന, പൊങ്കാല, ഹാരം, മഹാദേവന് മൃത്യുഞ്ജയാർച്ചന, പ്രദോഷവ്രതം എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ ഇവരെ കാത്തിരിക്കുന്നത് വലിയ നേട്ടങ്ങളുടെ ദിവസങ്ങൾ തന്നെയാണ്. ഇനി പൂയം നക്ഷത്രക്കാരെ കുറിച്ച് നോക്കാം. ശത്രുക്കളുടെ ശല്യം കുറയുന്നതോടുകൂടി അതിർത്തി തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകാൻ സാധിക്കും. അതോടൊപ്പം തന്നെ പൂയം നക്ഷത്രക്കാർക്ക് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതിനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസ വിജയം ലഭിക്കുന്നതിലൂടെ അന്യദേശത്തൊരു തൊഴിൽ ഭാഗ്യവും ഇവരെ തേടിയെത്തും. ഗുണകരമായിട്ടുള്ള യാത്രകൾ വഴി ഒരുപാട് നേട്ടങ്ങൾ നേടാൻ സാധിക്കും. പ്രബല ബിസിനസ് ഗ്രൂപ്പുമായി കരാർ പണികൾ ഏറ്റെടുക്കാനും സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാനും സാധിക്കും. അന്യദേശത്ത് മേന്മയുള്ള സ്ഥാപനത്തിൽ സ്ഥാനക്കയറ്റത്തിന് സാധ്യതയുണ്ട്.
അന്യ സംസ്ഥാനത്ത് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നേട്ടങ്ങളും ഉണ്ടാകും. ഏജൻസി ഇടപാട് കൃത്യമായ അഴിച്ചുപണി നടത്തേണ്ട സമയമാണ്. രജിസ്ട്രേഷൻ കാര്യങ്ങൾ സമയപരിധിക്കുള്ളിൽ പൂർത്തിയാക്കാനും സാധിക്കും. ഇവർ സുബ്രഹ്മണ്യന് ഭസ്മാർച്ചന, ഷഷ്ഠിവ്രതം, ശ്രീകൃഷ്ണന് തൃക്കൈവെണ്ണ, ത്രിമധുരം അർച്ചന എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ദോഷശാന്തി നേടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക.